ഹലോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് ശ്രീനഗറിലാണ്. ഇതൊക്കെ ദാൽ ലേക്കിൻ്റെ ഭാഗങ്ങളാണ്. സൈഡിലൂടെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം രാവിലെ 10 മണിയായിട്ടുണ്ട്. ഫോഗായിട്ടൊന്നും കാണാൻ വയ്യ. അപ്പം ഞങ്ങളിപ്പോൾ പോകുന്നത് ശ്രീ ശങ്കരാചാര്യ ടെമ്പിളിലാണ്. ദാൽ ലേക്കിൻ്റെ കവാടത്തിൽ നിന്ന് ചുരം കയറിയാൽ 1000 അടി ഉയരത്തിലാണ് ശ്രീ ശങ്കരാചാര്യ ടെമ്പിൾ ഉള്ളത്. അപ്പം കുറച്ച് വഴി മാത്രമേ ഞങ്ങളുടെ ഈ ടെമ്പോ ട്രാവലർ പോവത്തുള്ളൂ. പിന്നെ ഞങ്ങൾ തീരുമാനിച്ചത് നടന്നിട്ട് അമ്പലത്തിലെത്താമെന്നാണ്. അപ്പം നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ശ്രീനഗറിലെ ഡിസംബറിലുള്ള ക്ലൈമറ്റ് തികച്ചും വ്യത്യസ്തമാണ്. കണ്ടോ, മരങ്ങളെല്ലാം കണ്ടോ, ഒന്നിനും ഇലകളില്ല. പച്ചപ്പ് അധികം നമുക്ക് കാണാനേ പറ്റത്തില്ല. ഇങ്ങനെ വരണ്ടുണങ്ങിയതാണ്. അതേപോലെ തന്നെ മരത്തിൻ്റെ മുകളിലെല്ലാം മഞ്ഞു തുള്ളികളൊക്കെ ഇങ്ങനെ കാണാം. പക്ഷെ ഇവിടെ അത്ര കാണുന്നില്ല. അപ്പം മുന്നിലുള്ള കാഴ്ചകളൊന്നെല്ലാം മങ്ങിയിട്ടാണുള്ളത്. ഫുൾ ഫോഗാണ് മുന്നിൽ. കുറച്ച് അതുകൊണ്ട് തന്നെ നമുക്ക് ആ മുന്നിൽ നിന്ന് വാഹനം വരുന്നുണ്ടോ എന്ന് വരെ അറിയുന്നില്ല. പതുക്കെയാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്ന് ഞങ്ങള് ശങ്കരാചാര്യ ടെമ്പിളിൽ പോവുകയാണ്. അപ്പൊ നേരത്തെ വഴി നിങ്ങൾ കണ്ടില്ലേ, ഫുൾ മഞ്ഞുപാളികളെ കീറി മുറിച്ച് ഞങ്ങള് ഇവിടം വരെ എത്തി. ഇവിടുന്ന് 2 കിലോമീറ്റർ മേലോട്ടേക്ക് നമ്മൾ നടക്കണം. ഓക്കെ, -10 ആണ് ഇപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ. കേരളത്തിന്റെ ആധ്യാത്മിക ഗുരു, ഇന്ത്യയുടെ തന്നെ ആധ്യാത്മിക ഗുരുവായി വളർന്ന ശങ്കരാചാര്യന്റെ മണ്ണിലേക്ക് സ്ഥാപിച്ച അയാൾ നടന്ന് വന്ന് ആ കാലഘട്ടത്തിൽ നടന്നിട്ടാണ് ഇവിടെ മഠം സ്ഥാപിച്ചത്. അപ്പൊ അങ്ങോട്ടേക്ക് പോവുകയാണ്. നല്ല മഞ്ഞായിരുന്നു. പകുതി വഴി വരെയാണ് ടെമ്പോ ട്രാവലർ ഞങ്ങൾ വന്നത്. അവിടെ പിന്നെ മേലോട്ട് കയറത്തില്ല. 500 രൂപ കൊടുത്താൽ ഓട്ടോ മേലോട്ടേക്ക് കയറും. പക്ഷെ ഞങ്ങൾ നടക്കാൻ പോവുകയാണ്. ഇവിടുന്ന് 2 കിലോമീറ്റർ ഉണ്ട് മേലത്തോട്ട്. ചെറിയ ചെറിയ വാഹനങ്ങളൊക്കെ അലോ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ക്ഷേത്രത്തിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. ജുദ ടയേർഡായിരുന്നു പോയി ഗൈസ്. നല്ല തണുപ്പുണ്ട് ഗൈസ്. ഞാൻ എന്തായാലും ഇത് ആസ്വദിച്ചുകൊണ്ട് തന്നെയാണ് നടക്കുന്നത്. ഒരു കൈ നന്നായി വീശുന്നുണ്ട്, മറ്റേ കൈയിലാണ് ഫോണുള്ളത്. ഭയങ്കര സൗണ്ട്. ഇത്രയൊന്നും ഹോണടി വേണ്ടായിരുന്നു. ഭയങ്കര ചെവിനെ കീറി മുറിക്കുന്ന പോലത്തെ ഹോണ്. കാശ്മീരിലെ ഓട്ടോ നമ്മുടെ നാട്ടിലുള്ളതിനേക്കാളും ചെറിയ ഓട്ടോ ആണിത്. മോനെ ഹലോ ഗൈസ്, ഇവിടെ ഇങ്ങനെ ഒരു റെസ്റ്റിംഗ് പ്ലേസ് ഉണ്ട്. ഇങ്ങനെ കയറിയിട്ട് ബെഞ്ചൊക്കെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഇരിക്കാം. താഴെ നല്ല കോടയാ.
ചേട്ടനും മോനും ഒക്കെ അവിടെ റെസ്റ്റ് ചെയ്യുന്ന ഞങ്ങൾ നടക്കാൻ തുടങ്ങി, ഞാനും ലിജയും. ഓ ഗൈസ്, കാശ്മീരികൾ രാത്രി കാലങ്ങളിൽ രാത്രിയും പകലുമല്ല ഈ തണുപ്പിന് അധികം അവരെ കാണുന്നത് ഇങ്ങനെയുള്ള ഫെറൻ ഡ്രസ്സിലാണ്. കണ്ടോ ഗൈസ്, അവരുടെ കൈയൊന്നും കാണത്തില്ല. അപ്പോൾ ആ ഡ്രസ്സിൻ്റെ പേര് ഫെറൻ എന്നാണ്. അധികം ആൾക്കാരും ഈ ഫെറൻ ഡ്രസ്സ് ഇട്ടിട്ടാണ് നടക്കുന്നത്. എന്താ വെച്ചാൽ ഈ തണുപ്പിൽ നിന്ന് പ്രൊട്ടക്ഷൻ. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു ഫയർ പോട്ട് അവർ വെക്കും. അതിന് അവർ ഹിന്ദിയിൽ ഫയർ പോട്ടിനെ കാങ്കടി എന്നാണ് പറയുന്നത്. തീക്കനൽ നിറക്കും, എന്നിട്ട് കൈ അതിൻ്റെ ഉള്ളിൽ വെക്കും. അപ്പം വാം കിട്ടും ബോഡി. അപ്പോൾ 2 കൈ ഉള്ളിൽ വെച്ചിട്ടാണ് ഈ തണുപ്പത്ത് അവർ നടക്കുക. അപ്പം നമ്മൾ ഏതാണ്ട് മഠത്തിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. ചെക്കിംഗ് ഉണ്ട് കേട്ടോ. ഇത് ജെൻസിൻ്റെതാണ്, പുറത്തത് ലേഡീസ്. ഞങ്ങൾ ചെക്കിംഗ് റൂമിലിട്ട് വന്നിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. 240 സ്റ്റെപ്പാണ് ഇത് ഉള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ കയറാൻ പോവുകയാണ്. നല്ല ക്ലൈമറ്റാണ്. ഞങ്ങളിങ്ങനെ എൻജോയ് ചെയ്ത് പോവുകയാണ്. 8 മണി വരെ ഈ ക്ഷേത്രത്തിൽ പ്രവേശനമുണ്ട്. അപ്പോൾ ഒരു 6 o'clock ആകുമ്പോഴത്തേക്ക് തൊഴുത് മടങ്ങിയാൽ നമുക്ക് നല്ലൊരു ഇതായിരിക്കും. പിന്നെ രാത്രിയായിപ്പോയി അത്രത്തോളം ഇതൊന്നും കാണാൻ പറ്റത്തില്ലല്ലോ, ഇവിടുത്തെ കാഴ്ചകൾ. മുകളിൽ നിന്ന് നോക്കിയാൽ ശ്രീനഗർ സിറ്റി കാണാമെന്നാണ് പറയുന്നത്. നമുക്ക് മേലെ ചെന്നിട്ട് കാണാം. തണുപ്പും കിതപ്പും ഒക്കെ ഉണ്ട്, എന്നാലും ആസ്വദിച്ച് കയറുകയാണ് ഞാൻ. ലിജക്ക് വലിയുന്നില്ല കേട്ടോ. ലിജ ഇരിക്കാതെ പറയാതുണ്ട്. സംഘം മേലെ എത്താണ് കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ ഞങ്ങളിപ്പോ കുറച്ച് റെസ്റ്റ് ചെയ്യാണ്. എന്നിട്ടാണ് ഇത് കയറുന്നത്. രാഷട്ടും മോനും ഒക്കെ വഴിയിൽ സ്റ്റോപ്പായി. അവിടെ ഒരു റെസ്റ്റഡ് പ്ലേസ് കണ്ടില്ലേ, അവിടെ ഇരിക്കും അവര്. ഞങ്ങൾ പിന്നാലെ വരും, നിങ്ങൾ നടന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾ നടന്നു. ടയേർഡായി. ഞാൻ അങ്ങോട്ട് വരണോ ഇനിന്ന്, പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പോണ്ടേ. അപ്പൊ ഞാനും ലിജയുടെ കൂടെ റെസ്റ്റ് ചെയ്യാൻ ഇരിക്കുകയാണ്. എന്നിട്ട് ഞങ്ങൾ വീണ്ടും പോകും. ഓക്കെ ഗൈസ്, അറ്റ്ലാസ്റ്റ് നമ്മൾ ടെമ്പിൾ കണ്ടു തുടങ്ങി. ടെമ്പിളിൻ്റെ കൊടിയാണ് മേലെയുള്ള. ശ്രീനഗറിലെ ബെസ്റ്റ് സൈഡ് സീൻ പോയിന്റ് ഇതെന്നാണ് പറയുന്നത്. ഓക്കെ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഭയങ്കര സീനാണ്. ലിജ എവിടെ എവിടെ? പെട്ടെന്ന് നോക്കുമ്പോ ലിജനെ കാണുന്നില്ല. ബെല്ലൊക്കെ അടിച്ചു ഗൈസ്. അപ്പം നല്ല ഭംഗിയുണ്ട്, നല്ല സീനിറ്റിക് പ്ലേസാണ്. അപ്പം ഞങ്ങൾ ഡിസംബറിലാണ് ശിവ ടെമ്പിൾ, പ്രതിഷ്ഠ ശിവനാണ്. അപ്പോൾ ശിവ ടെമ്പിൾ ഇത് സന്ദർശിക്കുന്നത്. അപ്പം ഞാൻ ചില ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുണ്ട്, മഞ്ഞ് വീണിട്ട് നല്ല ഭംഗിയുണ്ട് ആ കാഴ്ച. അപ്പോൾ ഇനി ഞങ്ങൾ ഇവിടെ ഷൂസൊക്കെ ഞങ്ങളിവിടെ കഴിച്ചു വെക്കണം, എന്നിട്ട് വേണം മുകളിലോട്ട് കയറാൻ.
അപ്പോൾ അതിനൊരു സ്ഥലം നോക്കി നടക്കുകയാണ് ഞങ്ങൾ. വീണ്ടും ഈ സ്റ്റെപ്സ് കയറണം. അപ്പോൾ ആദ്യം ഷൂസ് വെക്കേണ്ട ഒരു സ്ഥലം കണ്ടെത്താം. കോടയായത് കാരണം ഒന്നും കാണുന്നില്ല, അതുകൊണ്ട് ഞാൻ കൂടുതൽ കാഴ്ചകളൊന്നും കാണിക്കുന്നില്ല. ബെല്ലിങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് അമ്പലത്തിലോട്ട് കയറുമ്പോൾ അവിടെ ഇങ്ങനെ ബെൽസ് തൂക്കിയിട്ടിട്ടുണ്ട്. ആൾക്കാരതിങ്ങനെ അടിച്ചുകൊണ്ട് പോകുന്ന ശ്രീനഗർ സിറ്റി കാണാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദാൽ ലേക്ക് കാണാം, ഒന്നും കാണുന്നില്ല ഗൈസ്, ഫുൾ കോട. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഡിസംബറിലെ അവസ്ഥയാണിത്. സൂര്യനെ കണ്ടോ ഗൈസ്? നിജ റെസ്റ്റ് ചെയ്തു പോയി. അപ്പം ഞങ്ങൾ ഈ ബെഞ്ചിൻ്റെ അടിയിൽ തന്നെ ഷൂസൊക്കെ കഴിച്ചു വെച്ചു. അപ്പം നിലത്ത് കാല് വെച്ചപ്പോൾ അത്ര വലിയ തണുപ്പൊന്നും തോന്നുന്നില്ല കേട്ടോ ഗൈസ്. എന്നാലും നിങ്ങൾ എന്തെങ്കിലും കരുതിക്കോ, ടിഷ്യൂ അങ്ങനെ എന്തെങ്കിലും കരുതിയിട്ട് നടക്കുക. ഈ സമയത്ത് നല്ല തണുപ്പാണ് എങ്കിൽ കൂടിയും അത്രമാത്രം നടക്കാം. ചെറിയൊരു പിന്നെയുണ്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി പോകണം. ചെറിയൊരു വഴിയുണ്ട്, ഇതുവഴി ആൾക്കാർ ഒരു സമയം കയറാൻ പറ്റത്തുള്ളൂ. ഒരു ഭാഗത്തൂടെ കയറിയിട്ട് മറ്റേ ഭാഗത്തൂടെ ഇറങ്ങി പ്രാർത്ഥിച്ച് ഇറങ്ങിയാണ്. ഹലോ ഫ്രണ്ട്സ്, ഇനി ഞങ്ങൾക്ക് അതുവഴി താഴെ ഇറങ്ങണം. അതുവഴി ഇങ്ങനെ താഴെ ഇറങ്ങി പോകണം. തപസ് ചെയ്ത സ്ഥലമാണ് ഗൈസ്. ഇവിടെ മെഡിറ്റേറ്റ് ചെയ്യാം. കുറേ പേർക്കൊന്നും ഇരിക്കാൻ പറ്റത്തില്ല. ജുതയും ഡാഷേട്ടനൊന്നും എത്തിയില്ല. ഞങ്ങളിവിടെ റെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അവിടെ അത് കാരണം സൈഡ് സീനൊന്നുമില്ല, കാണുന്നില്ല. അതാകുമ്പോൾ അവരെത്തി. ജുതയും ഡാഷേട്ടനും മോനേഷേട്ടനും നടന്ന് വരുന്നു. ഇനി ഞങ്ങൾ ട്രാവലറിൽ കയറാൻ പോവുകയാണ്. എന്നിട്ട് ഈ ഹില്ലിറങ്ങി. ഓക്കെ, ഇപ്പോൾ സമയം 12:30. കോട കണ്ടോ? മേലെയൊന്നും അത്ര കോടയില്ല, താഴോട്ട് ഇറങ്ങുമ്പോൾ കോട നല്ല കോടയാണ്. രാവിലെ വന്ന പോലെയുള്ള കോട തന്നെ. മേലെ വെയിൽ നാളെല്ലാം കാണുന്നുണ്ട്, താഴോട്ട് ഇറങ്ങുമ്പോൾ വെയിലില്ല, ഒന്നുമില്ല, കോട കൂടി വരികയാണ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. വെയിൽ കണ്ടോ? സൂര്യൻ അതാണ്.